ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ശ്രീ കെ മുരളീധരൻ അവർ തിരുവനന്തപുരം നഗരസഭ ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ രാവിലത്തെ പ്രോഗ്രാമിൽ മാനവീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് തുടർച്ചയായി തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട KPCC നേതാക്കളും കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡേഴ്സും നമ്മളൊരു മീറ്റിംഗ് ചർച്ചയിലേക്ക് പോയി. അതിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ കൗൺസിൽ അധികാരത്തിൽ വന്നതിന് ശേഷം 6 മാസം കഴിയുമ്പോൾ വലിയ ഒരു ഭരണസ്തംഭനം തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്, നഗരത്തിലുണ്ടായിരിക്കുകയാണ്. ഇവിടെ ഭരണത്തിൽ വരികയാണെങ്കിൽ പ്രധാനമന്ത്രി വന്ന് വലിയ പദ്ധതികൾ വാരിക്കോരി നൽകും, 45 ദിവസം കൊണ്ട് മാറ്റം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടും കഴിഞ്ഞ ഇടതുപക്ഷം 45 വർഷം ഭരിച്ചതിനേക്കാളും മോശമായിട്ടാണ് ഇന്ന് കോർപ്പറേഷന്റെ ഭരണ സംവിധാനം മുന്നോട്ട് പോകുന്നത്. ഈ നഗരത്തിൽ ഈ KPCC ഇരിക്കുന്ന ശാസ്ത്രമംഗലം വാർഡടക്കം തൊട്ടടുത്തുള്ള മേഖലകൾ എല്ലായിടത്തും 101 വാർഡിലും ഇവിടുത്തെ മാലിന്യ പ്രശ്നം അതിരൂക്ഷമായിരിക്കുകയാണ്. മാലിന്യം ക്ലിയർ ചെയ്യാൻ കഴിയാതെ അതിനുള്ള ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്താണെന്നുള്ളൊരു തീരുമാനം പോലും എടുക്കാൻ ഒരു കോർപ്പറേഷൻ എങ്ങോട്ട് ഏത് ദിശയ്ക്കാണ് പോകുന്നുള്ള കാര്യങ്ങൾ പോലും പറയുവാൻ കഴിഞ്ഞിട്ടില്ല. മാലിന്യ പ്രശ്നമാകട്ടെ, തെരുവുനായ വിഷയമാവട്ടെ, കുടിവെള്ള പ്രശ്നമാവട്ടെ, റോഡുകളുടെ ശോച്യാവസ്ഥയാവട്ടെ, കോർപ്പറേഷന് കീഴിലുള്ള സ്ഥാപനങ്ങളുടെ കാര്യമാവട്ടെ, 6 മാസം കൊണ്ട് വലിയ ഒരു ഭരണസ്തംഭനം തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായിരിക്കുകയാണ്. മേയറും ഡെപ്യൂട്ടി മേയറും കുറെ പ്രോഗ്രാംസിന് പോകുന്നു, കുറെ റീൽസ് ഇടുന്നു എന്നല്ലാതെ ഇവിടെ ഒരു തരത്തിലുള്ള ജീവിത നിലവാരത്തിലുള്ള മാറ്റം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ഭരണസ്തംഭനത്തിനെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് UDF അഡ്രസ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. LDF ഈ വിഷയത്തിൽ LDF BJP രാഷ്ട്രീയ കളിയാണ് കാണിക്കുന്നത്. ഈ സുഗതന്റെ വിഷയം പോലും നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് 27-ാം തീയതി ഏപ്രിലിൽ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പുള്ള കോർപ്പറേഷൻ കൗൺസിലിൽ അന്ന് ഒളിവിലാണെന്ന് പറയപ്പെടുന്ന സുഗതൻ എന്ന് പറഞ്ഞ വാഴവട്ടോണത്തെ കൗൺസിലർ, അദ്ദേഹം ആ കോർപ്പറേഷനിൽ പിൻവാതിലിലൂടെ വന്ന് അദ്ദേഹം കൗൺസിലിൽ പങ്കെടുത്തിട്ടുണ്ട്, അവസാനം വന്ന് പങ്കെടുത്തിട്ടുണ്ട്. അന്ന് കേരളം ഭരിക്കുന്ന LDF സർക്കാരിന്റെ പിണറായി വിജയന്റെ പോലീസ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? അവരുടെ സഹായിച്ചിട്ടില്ല അന്ന് കൗൺസിലിൽ ശ്രീ സുഗതൻ വന്ന് പങ്കെടുത്തത്. ഇപ്പോൾ സുഗതൻ പങ്കെടുക്കാത്ത കൗൺസിൽ, ഒന്നാമത്തെ കൗൺസിൽ ഉള്ളത് മെയ്യിലാണ്. ഇനി നാളത്തെ കൗൺസിലിന്റെ കാര്യങ്ങൾ കാണാം. അപ്പോൾ ഈ വിഷയത്തിൽ LDF BJP തമ്മിൽ കൃത്യമായിട്ടുള്ള ഒരു ഒത്തുകളിയുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന സുഗതൻ 27-ാം തീയതി വന്ന് LDF ഭരിക്കുന്ന സമയത്ത് കൗൺസിലിൽ വന്നത്. രണ്ടാമത് LDF സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ, LDF കോർപ്പറേഷനെതിരെ ഏറ്റവും കൂടുതൽ കോൺഗ്രസും BJPയും പറയുന്ന വിഷയം ഇവിടുത്തെ പിൻവാതിൽ നിയമനങ്ങളാണ്. ഈ കോർപ്പറേഷനിൽ 10,000 ആളുകളെ പിൻവാതിലിലൂടെ വർഷങ്ങളായി നിയമിച്ചിരിക്കുകയാണ്. അതിലൊരു 10 ആളുകളെ പോലും മാറ്റുവാൻ ഈ കോർപ്പറേഷൻ തീരുമാനിച്ചിട്ടില്ല, നീട്ടിക്കൊടുക്കുകയാണ്. LDFന്റെ സമയത്തുണ്ടാക്കിയിട്ടുള്ള പിൻവാതിൽ നിയമനങ്ങൾ BJP കോർപ്പറേഷൻ നീട്ടിക്കൊടുക്കുകയാണ്. സത്യം പറയുകയാണ്, ഇന്നലെ അവിടെ നടന്നിട്ടുള്ള ആ ഒരു നാടകം തന്നെ എനിക്ക് തോന്നുന്നു സുഗതനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ LDFും BJPയും ഈ ഭരണം മാറിയതിനു ശേഷം LDFന്റെ പിൻവാതിൽ ആൾക്കാരെ കണ്ടിന്യൂ ചെയ്യുവാൻ BJP സമ്മതിക്കുന്നു. സുഗതന് 27-ാം തീയതി കൗൺസിൽ വന്ന് ഒപ്പിടാനുള്ള ഒരു സൗകര്യം LDF ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ LDFും BJPയും തമ്മിലുള്ള ഒരു ഒത്തുകളി, ഒരു കബളിപ്പിക്കലാണ് ഇവിടെ നടക്കുന്നത്. 29ന്റെ കൗൺസിൽ തന്നെ ഒരുപക്ഷെ മാറ്റിവെക്കാൻ വേണ്ടിയുള്ളതായിരിക്കും ഇന്നലെ ഉണ്ടായിട്ടുള്ള ഈ ഒരു